2 ദിവസത്തെ മൗനത്തിന് ശേഷം യുക്രൈനിൽ കനത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ മുതൽ യുക്രൈനിൽ റഷ്യ തീമഴ പെയ്ച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. യുക്രൈനിലെ കീവ് എന്ന് പറയുന്ന നഗരത്തിൽ റഷ്യ വമ്പൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവുമാണ് നടത്തിയിരിക്കുന്നത്. ഡ്രോണുകൾ ഒരു തിരമാല പോലെ പറന്നു വന്ന് യുക്രൈൻ്റെ പല സ്ഥലങ്ങളും പല ബിൽഡിങ്ങുകളും നശിപ്പിച്ച് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പല മാധ്യമങ്ങളും അത് പുറത്ത് വിട്ടിട്ടുണ്ട്. യൂട്യൂബിൻ്റെ വയലേഷൻ ഇല്ലെങ്കിൽ ന്യൂസ് ഇന്ത്യ മലയാളം നിങ്ങളെ ഇത് കാണിക്കുന്നതാണ്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് കീവ് തീവ്രമായിട്ടുള്ള ഡ്രോൺ ആക്രമണത്തിന് വിധേയമായത്. ഇപ്പോഴും ആ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുക്രൈൻ സൈന്യം ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള 18 അടവും പയറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. റഷ്യൻ സൈന്യം യുക്രൈനിൽ തലസ്ഥാനത്ത് വ്യോമാക്രമണം ആരംഭിച്ചു. അതും ആളില്ലാ വിമാനങ്ങളിലാണ് അവർ ആക്രമണം നടത്തുന്നത് എന്നൊരു റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നു. ആക്രമണങ്ങൾ ജനവാസ മേഖലകളിൽ തീപിടുത്തത്തിന് കാരണമാകുകയും വ്യാപകമായിട്ടുള്ള ആശങ്ക അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു. റഷ്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ബോംബർ കപ്പലിൻ്റെ ഗണ്യമായ ഭാഗത്തിന് കേടുപാടുകൾ വരുത്തിയ ഡ്രോൺ ആക്രമണമായിട്ടുള്ള യുക്രൈൻ്റെ ഓപ്പറേഷൻ സ്പൈഡർ വെബിനെതിരെ തിരിച്ചടിക്കുമെന്ന് റഷ്യ ഡൊണാൾഡ് ട്രംപിനോടക്കം പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നഗര ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അനൗദ്യോഗികമായിട്ടുള്ള ധാരാളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗികമായി 3 പേർ മാത്രമാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ യുക്രൈൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ഒന്നിലധികം തീപിടുത്തങ്ങൾക്കെതിരെ അടിയന്തര സംഘങ്ങൾ പ്രതികരിച്ചു. റഷ്യൻ ബാലിസ്റ്റിക് ഡ്രോൺ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം സൈനിക ക്യാമ്പുകൾക്കുണ്ടായി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. കൈവിൻ്റെ സൈനിക ഭരണ മേധാവിയായിട്ടുള്ള തൈമൂർ തങ്കച്ചെങ്കോ ഡ്രോണുകൾ നഗരത്തെ വിഴുങ്ങിയതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പുറത്തേക്ക് വന്നത്. യുക്രൈനിയൻ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ അവയെ തടയാൻ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. പോരാത്തതിന് തലസ്ഥാനത്തിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ജാഗരൂകരായിരിക്കണം, ഏത് നിമിഷവും എന്തിനേയും നേരിടാൻ തയ്യാറായിരിക്കണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഡ്രോൺ ഇടിച്ച സ്ഥലത്ത് വലിയ തീപിടുത്തങ്ങൾ പല ഭാഗങ്ങളിലായി ഉണ്ടാകുന്നുണ്ട്. ആ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ പല ഭാഗത്തും നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. യുക്രൈൻ്റെ തലസ്ഥാനം ലക്ഷ്യമിട്ട് ഒന്നിലധികം റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. കൈവിൻ്റെ കിഴക്കൻ ഭാഗത്ത് ഡാർനിച്ച്കി ജില്ലയിലാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായത്. അവിടെ ഒരു ബഹുനില അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്കിൻ്റെ മുകളിലത്തെ നിലകളിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി, തീപിടുത്തമുണ്ടായി. കേടുപാടുകൾ കാരണം പ്രദേശത്ത് അടിയന്തര വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തച്ചെങ്കോ ഇപ്പോൾ പരാമർശിച്ചിട്ടുണ്ട്. ഒരു പ്രാദേശിക ടെലഗ്രാം ചാനലിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം അടുത്തിടെ ഒരു ഷോപ്പിംഗ് സെൻറ്റർ തീപിടുത്തത്തിൽ കത്തി നശിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ വിവരം ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും എന്തായാലും സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വേറൊരു കാര്യം. ഇതിനു പുറമെ പടിഞ്ഞാറൻ ജില്ലയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം അവിടെയും ഉണ്ടായി എന്ന് പറയുന്നു. റോയിട്ടേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് നഗരത്തിലുടനീളം കുറഞ്ഞത് 3 സ്ഥലങ്ങളിലെങ്കിലും തകർന്ന ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി ഇപ്പോൾ യുക്രൈനിലെ അധികൃതർ അറിയിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. റഷ്യയുടെ വാക്ക് നിറവേറ്റിയിരിക്കുകയാണ്. റഷ്യയിലേക്ക് യുക്രൈൻ വലിയ ആക്രമണമാണ് നടത്തിയത്. ക്രിമിയൻ പാലം തകർത്തു, റഷ്യയിലെ ഡീപ്പായിട്ടുള്ള എയർ ബേസുകൾ തകർത്തു. ഇതിനെല്ലാം ഞങ്ങൾ പകരം ചോദിക്കുമെന്നും ആ സമയത്ത് കരഞ്ഞിട്ട് കാര്യമില്ല എന്നുമാണ് വ്ളാദിമിർ പുതിൻ കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത്. കീവിൽ നിന്ന് 4 മിസൈലുകൾ പറന്നു പൊങ്ങിയെന്നും ആ 4 മിസൈലുകളും റഷ്യ ശക്തമായി തകർത്തു എന്നുള്ള റിപ്പോർട്ടുകൾ വേറൊരു ഭാഗത്തു നിന്നും പുറത്തു വരുന്നുണ്ട്. എ പാട്രിയോട്ട് സിസ്റ്റം ഫയർസ് 4 മിസൈൽസ് അറ്റ് ആൻ ഇൻകമിംഗ് ഇസ്കാൻഡർ ബട്ട് ഓൾ മിസ്. ദ ഇസ്കാൻഡർ ഹിറ്റ്സ് ഇറ്റ്സ് മാർക്ക് വൈപ്പിംഗ് ഔട്ട് ദ എയർ ഡിഫൻസ് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ റഷ്യക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കം. KH-101 ക്രൂയിസ് മിസൈലുകൾ, Tu-95MS ബോംബറുകൾ എല്ലാമാണ് ഇപ്പോൾ യുക്രൈന് നേരെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 100 കണക്കിന് മിസൈലുകളാണ് പറന്നു വന്നത് എന്നാണ് വേറൊരു സ്രോതസ്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത്. ഏകദേശം 400-ലധികം ഡ്രോണുകളാണ് റഷ്യ ഒറ്റ സ്റ്റെപ്പിൽ പറത്തിവിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതുവരെ യുക്രൈൻ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വമ്പൻ ആക്രമണമാണ് റഷ്യ യുക്രൈന് മേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.